നമസ്കാരം. പ്രതിവർഷം 1 ദശലക്ഷത്തിലധികം ബ്രിട്ടീഷ് സന്ദർശകർ എത്തുന്ന രാജ്യമാണ് UAE, പ്രത്യേകിച്ച് ദുബായ്. ശൈത്യകാലം വരാറായതോടെ ഖുർജ് ഖലീഫ, ജുമൈറ മസ്ജിദ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ നിരവധി വിനോദസഞ്ചാരികൾ എത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകാവുന്ന അവസ്ഥയാണെന്നാണ് ബ്രിട്ടൻ തങ്ങളുടെ പൗരന്മാർക്ക് നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നത്. ദശലക്ഷക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന എമിറേറ്റ് ആയതിനാൽ ഭീകരവാദികൾ ദുബായ് ലക്ഷ്യമിടാനുള്ള സാധ്യത കൂടുതലാണ്. ഈജിപ്ത്, മൊറോക്കോ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ടുണീഷ്യ, ഖത്തർ, ഒമാൻ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അപകട സാധ്യതയുണ്ടെന്നാണ് ബ്രിട്ടന്റെ ഫോറിൻ ആൻഡ് കോമൺവെൽത്ത് ഡെവലപ്മെന്റ് ഓഫീസ് നൽകിയ മുന്നറിയിപ്പ്. ചെങ്കടലിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടയാൻ ഹൂതി തീവ്രവാദികൾ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ സൈനിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനാൽ യാത്ര സുരക്ഷിതമായിരിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്നും അറിയിപ്പിലുണ്ട്. നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളെല്ലാം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. വനിതകൾ, വൈകല്യമുള്ളവർ, LGBTQ തുടങ്ങിയ വിഭാഗങ്ങൾക്കായി പ്രത്യേകം നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. UAEയിലേക്ക് യാത്ര ചെയ്യുന്നവർ അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, ബീച്ചുകൾ, ഷോപ്പിംഗ് മാളുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മികച്ച യാത്രാനുഭവങ്ങളാണ് ദുബായ് എന്നും നൽകിയിട്ടുള്ളത്. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മണലാരണ്യങ്ങൾ ഒരു കൗതുക കാഴ്ച തന്നെയാണ്. അന്തർദേശീയ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ദുബായ് എന്ന് പറയാം. കോവിഡ് വ്യാപനത്തിന് ശമനമായതിനു ശേഷം അതിവേഗം തിരിച്ചു വരികയാണ് ദുബായ് ടൂറിസം. 2024 ലോകത്തിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് ലക്ഷ്യസ്ഥാനമായി ദുബായ് നഗരം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വിനോദസഞ്ചാര മേഖലയിൽ ചരിത്ര നേട്ടം കൈവരിച്ച ദുബായ് ടൂറിസത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം 1.7 കോടി സന്ദർശകർ എമിറേറ്റ്സിൽ എത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദുബായ് സാമ്പത്തിക വിനോദസഞ്ചാര വകുപ്പിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ ജനുവരി മുതൽ നവംബർ വരെ മാത്രമായി 1.53 കോടി സന്ദർശകർ എത്തിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങൾ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, വികസനം എന്നിവയ്ക്കായി വിനോദസഞ്ചാരത്തിന് പ്രാധാന്യം നൽകി വരുന്നു. ആഗോളതലത്തിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 10%, മൊത്തം കയറ്റുമതിയുടെ 7%, തൊഴിലിന്റെ കാര്യത്തിൽ 10ൽ ഒരാൾക്ക് എന്ന തോതിൽ പങ്ക് നൽകുന്നതുമായ ഒരു മേഖലയാണ് വിനോദസഞ്ചാരം. 2016 അന്താരാഷ്ട്ര തലത്തിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം 1.2 ബില്യൺ ആയിട്ടുണ്ട്. 2030 ആകുമ്പോഴേക്കും 1.8 ബില്യൺ വിനോദസഞ്ചാരികൾ രാജ്യാന്തര അതിർത്തികൾ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോക സാമ്പത്തിക ഫോറം 2017 സഞ്ചാര മത്സര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 40 ആണ്. വൈവിധ്യമായ ഭൂമിശാസ്ത്ര ഘടന കേരളത്തെ ഏഷ്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ മുഖമുദ്രയായ വിനോദസഞ്ചാര മേഖല സംസ്ഥാന സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാന സംഭാവന നൽകുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ-ഇറാഖ് യുദ്ധം മറ്റ് രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. ഈ സംഘർഷം ഭീതിയോടെയാണ് ലോകം മുഴുവൻ കാണുന്നത്. എല്ലാ ദിവസവും ഞെട്ടിക്കുന്ന വാർത്തകളാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.